കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെട്ടിട്ട് നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവദിന ചിന്തയ്ക്കായി ഒരു ദൈവദിന ഭാഗം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ് വായിച്ചത്. ഈ കാലഘട്ടത്തിൽ ഈ വചനത്തിന് വളരെ പ്രാധാന്യമുണ്ട്, പ്രശസ്തിയുണ്ട്. അല്ലെങ്കിൽ സുവിശേഷം ലോകം മുമ്പും ദൈവത്തിന്റെ ദാസന്മാർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല സ്ഥലത്തു നിന്നും പല മേഖലയിൽ നിന്നും പലരാലും പലവിധമായ ചോദ്യചിഹ്നങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ പലപ്പോഴും നമുക്ക് അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങൾ പോലെ നമ്മൾ പലതിനും നേരിടേണ്ടി വരുമ്പോൾ യേശു പറഞ്ഞിരിക്കുന്ന വചനത്തെക്കുറിച്ച് നാം യഥാർത്ഥമായി അല്ലെങ്കിൽ മനസ്സിലാക്കുകയും നാം തക്ക സമയത്ത് മറുപടി കൊടുക്കാൻ പ്രാപ്തനായിരിക്കുകയും വേണം എന്ന് തിരുവെഴുത്ത് പറയുകയാണ്. അപ്പം ന്യായപ്രമാണത്തെ നീക്കുവാനല്ല നിവർത്തിപ്പാനാണ് യേശു വന്നത്. ഹല്ലേലൂയ. അതിന് വിവിധമായ ചോദ്യചിഹ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് പറയാൻ കഴിയും, നമ്മുടെ ദൈവ സ്നേഹം തന്നെയാണ്. ദൈവം സ്നേഹം തന്നെയാണ്. യേശുക്രിസ്തു അത് പഠിപ്പിക്കുകയും നമുക്ക് കാണിച്ചു തരികയും ചെയ്തു. ഹല്ലേലൂയ. യേശു പഴയ നിയമ പ്രമാണം നീക്കിയില്ല എന്ന് നമ്മൾ വായിച്ച ദൈവവചന ഭാഗത്ത് കാണുന്നുണ്ട്. എന്നിരുന്നാലും ന്യായപ്രമാണം പറഞ്ഞതുമായി നമ്മൾ ഒത്തുനോക്കുമ്പോൾ യേശുവിന്റെ ഉപദേശങ്ങൾ കൂടുതലും ആഴമേറിയതും വളരെയേറെ ആധ്യാത്മികവുമായിരുന്നു. ന്യായപ്രമാണം ആളുകളുടെ പുറമെയുള്ള പെരുമാറ്റത്തിന് പ്രാധാന്യം നൽകിയെങ്കിൽ കർത്താവായ യേശുക്രിസ്തു എന്താണ് ചെയ്തത്? അവിടെ ഹൃദയത്തിലെ ചിന്തയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. യേശു ന്യായപ്രമാണത്തിൽ നിന്ന് പലതും എടുത്തു നീതിക്ക് ഉപരിയായി സ്നേഹം ആവശ്യപ്പെട്ടുകൊണ്ട് അവയെ കഠിനമാക്കി എന്നും ചില വേദ വ്യാഖ്യാനങ്ങൾ വായിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ഇവിടെ നമ്മൾ വായിക്കും, ന്യായപ്രമാണം ആളുകളുടെ പുറമേയുള്ളതിനെ നോക്കുമ്പോൾ യേശു എന്താണ് ചെയ്തത്? നമ്മുടെ ഹൃദയത്തെയാണ് നോക്കുന്നത്. നാം പലപ്പോഴും ന്യായപ്രമാണത്തിന് അധീനമായ ശരീരത്തിൽ ന്യായപ്രമാണത്തിന് അധീനമായ ജീവിത സാഹചര്യങ്ങളിൽ പിന്തുടർന്നപ്പോൾ അതിൽ നമുക്കൊരു മോചനമില്ലാതിരുന്നപ്പോഴാണ് പിതാവ് തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കുന്നു, ന്യായപ്രമാണത്തിന്റെ ബന്ധത്തിൽ നമ്മെ പുറത്തെടുക്കുന്നതും. ഹല്ലേലൂയ. അപ്പൊ യേശു പറഞ്ഞ ന്യായപ്രമാണം നിവർത്തിക്കുവാൻ വന്നു എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പൊ ന്യായപ്രമാണത്തിലെ നിയമങ്ങളെ കുറിച്ച് നാം പഠിക്കുമ്പോൾ 3 വിധത്തിലുള്ള നിയമങ്ങളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ലേവ്യ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ ഇതിനെ കാണാൻ കഴിയുന്നുണ്ട്. അതിൽ നാം പഠിക്കും പ്രധാനമായിട്ടും ഹല്ലേലൂയ ആചാരപരമായ നിയമങ്ങളെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആചാരപരമായ നിയമങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് കർത്താവിലേക്കുള്ളൊരു ചൂണ്ടുപലകയായിരുന്നു. അത് ലംഘിക്കുവാൻ കർത്താവിന് അധികാരമുണ്ട് അഥവാ അവകാശമുണ്ട് എന്നും പറയുന്നു. കാരണം ഹല്ലേലൂയ നമ്മുടെ കർത്താവ് ശബത്തിനും കർത്താവ് തന്നെയാണ്. എന്നാൽ യേശു പറയുന്നു, ന്യായപ്രമാണം കർത്താവ് നമുക്ക് വേണ്ടി നിവർത്തിച്ചു, അതുകൊണ്ട് നാം ന്യായപ്രമാണത്തിന് അധീനരല്ല. അതെ, ഒരു കാലഘട്ടത്തിൽ ന്യായപ്രമാണത്തിന് അധീനമായി ജീവിച്ചപ്പോൾ ദൈവികമായ യാതൊരു ഇടപാടുകളും ദൈവികമായ സംസർഗങ്ങളും നമ്മുടെ ജീവിതത്തിൽ ലഭ്യമല്ലാതിരുന്നപ്പോഴും ന്യായപ്രമാണത്തിന് അധീനമായ ജീവിത സാഹചര്യങ്ങൾ നമ്മെ വിടുവിച്ചു കൊണ്ടുവന്ന് ക്രിസ്തുവുമായി നമുക്ക് അടുത്ത് ചേർന്നിരിക്കുവാൻ, ബന്ധപ്പെടുവാൻ, ആ കൃപാസനത്തെങ്കിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലുവാൻ, നമ്മുടെ വിഷയങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നമുക്ക് മനസ്സ് തുറന്ന് കർത്താവോട് സംസാരിക്കുവാൻ വേണ്ടി ദൈവം നമുക്ക് ആ ക്രൂശിലെ യാഗമരണത്തിലൂടെ നമുക്ക് അധികാരം തന്നു, അവകാശം തന്നു. ന്യായപ്രമാണത്തിന് അധീനതയിൽ നിന്ന് അടിമത്തം നമ്മെ വിടുവിച്ചു എന്ന് ദൈവത്തിന് വചനം കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നയ്ക്ക് ദൈവത്തിന് വചനം പറയുന്നത് മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുമ്പോൾ ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല എന്നാണ് ഇവിടെ ദൈവവചനം പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞ ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഈ ലോകത്തിൽ ഒരു മനുഷ്യനും സത്യം സംസാരിക്കുന്നില്ല. പലരും പറയുന്നുണ്ട് ഞങ്ങൾ സത്യം മാത്രമേ പറയാവുള്ളൂ എന്നൊക്കെ. നമ്മൾ കോടതിയിൽ ചെന്ന് കഴിയുമ്പോൾ കോടതിയിൽ നമ്മളെ സാക്ഷി വിസ്താരത്തിനൊക്കെ സാക്ഷിക്കൂട്ടി കേട്ടി നിർത്തുമ്പോൾ നമ്മുടെ കരങ്ങളിലേക്ക് ഒരു വിശുദ്ധ ബൈബിൾ വെച്ച് നീട്ടിക്കൊണ്ട് നമ്മൾ ആ ബൈബിളെ തൊട്ട്
സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ എന്ന്. പക്ഷേ അവിടെ എത്രയോ അസത്യങ്ങളാണ് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യൻ ഒരിക്കലും സത്യം പറയത്തില്ല. ഈ ലോകത്ത് സത്യം പറഞ്ഞ് ജീവിക്കുന്ന ഒരു മനുഷ്യനില്ല. വേണേ നിങ്ങൾക്ക് എതിർക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ അംഗീകരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ പഠനത്തിലും ഞാൻ കണ്ടതും വെച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞിട്ടുള്ള ഒരേ ഒരു വ്യക്തി യേശുക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിൽ എത്തുകയില്ലെന്ന്. അപ്പൊ യേശു പറയുകയാണ്, അല്ലൊരു സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. മറ്റൊരർത്ഥത്തിന് പഠിപ്പും കാണുന്നുണ്ട്. ആമീൻ. കർത്താവായ യേശു ക്രിസ്തുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ ദാസന്മാർ, അല്ലൊരു അവർ കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്യുന്നു എന്നാ പറയുന്നത്. പഴയ നിയമ പ്രവാചകന്മാര്, പഴയ നിയമത്തിലെ ആ ആളുകളെ നോക്കിയാലും പുതിയ നിയമ പ്രവാചകന്മാരെ നോക്കിയാലും അവരുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അരുളി ചെയ്യുന്നു. ആരും സത്യമായിട്ട് പറയുന്നില്ല. അപ്പൊ സത്യമായിട്ട് പറയുവാൻ യേശുവിനെ മാത്രം. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ന്യായപ്രമാണത്തിന്റെ അധീനതയിൽ നമ്മെ വിടുവിച്ച് ഭൂമി നിർത്തിയിട്ട് കളങ്കമില്ലാത്ത ജീവിതം, കളങ്കമില്ലാത്തൊരു ജീവിത സാഹചര്യം കടന്നുപോയി യേശു സത്യം സംസാരിച്ചതുപോലെ നാം ഇപ്പോഴും സത്യത്തിന് കൂട്ടു നിൽക്കണം. ഹല്ലേലൂയ. ആ ദൈവത്തിന് വചനം നമ്മെ ഓർപ്പിക്കുന്നത്. ഇപ്പൊ യേശു സത്യം എന്നോ ആമേൻ എന്നോ എന്ന പ്രയോഗം മത്തായി സുവിശേഷത്തിൽ പല പ്രാവശ്യം നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ അല്ലെങ്കിൽ സത്യം എന്ന വാക്ക് യേശു നമുക്ക് ഒരു പര്യായമായി വെളിപ്പെടുത്തി തന്നിരിക്കുന്നതുമാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സത്യം സംസാരിക്കണം, സത്യത്തിന് വേണ്ടി മാത്രം നിൽക്കണം. അപ്പം പ്രവാചകന്മാരെല്ലാം അരുളി ചെയ്യുന്നു പറയുമ്പോൾ യേശു സത്യമായിട്ട് ഇതിനോട് പറയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നത്, നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് ചില ഉദാഹരണം കൊണ്ട് ചിന്തിക്കുമ്പോൾ, ഒരു വചനം ന്യായപ്രമാണം കൊല ചെയ്യുന്നതിനെ വിലക്കി, ന്യായപ്രമാണം കൊല ചെയ്യുന്നതിനെ വിലക്കി. എന്നാൽ യേശു ഒരാളുടെ ഹൃദയത്തിലെ കോപത്തെയും വൈരാഗ്യത്തെയുമാണ് എതിർത്തത്. ന്യായപ്രമാണം എന്താണ്? കൊല ചെയ്യുന്നതിനെ എതിർക്കുന്നു. പക്ഷെ യേശു എന്താണ് ചെയ്തത്? ആ ഒരു മനുഷ്യന്റെ ഉള്ളിലെ കോപത്തെയും വൈരാഗ്യത്തെയും എതിർത്തു എന്ന മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 21-22 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ന്യായപ്രമാണം വ്യഭിചാരത്തെ എതിർത്തു, എന്നാൽ യേശു നമ്മുടെ ഹൃദയത്തിലെ വ്യഭിചാര ചിന്തകളെയാണ് എതിർക്കുന്നത്. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 21-22 വാക്യങ്ങൾ വായിക്കുന്നത്, കൊല ചെയ്യരുതെന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവികന്മാരോട് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനും നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവൻ എല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായമന്തിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂട എന്ന് പറഞ്ഞാലോ ആത്മീയനരകത്തിന് യോഗ്യനാകും. ഇതിനെക്കുറിച്ച് ഒരുപാട് നമുക്ക് വിവരിക്കാനുണ്ടെങ്കിലും ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം പറയട്ടെ. ന്യായപ്രമാണം മുമ്പ് ആവർത്തി കൊല ചെയ്തെന്ന് പറയുമ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയത്തിലെ കോപത്തെയും സ്തോത്രം പ്രതികാരം എന്ന നടപടിയും മാറ്റി. മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിലെ വ്യഭിചാര ചിന്തകളെ നീക്കണമെന്നാണ് ദൈവത്തിന്റെ വചനത്തോട് അങ്ങ് ഓർപ്പിക്കുന്നത്. അപ്പൊ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്, സഹോദരനോട് കോപിക്കാതിരിക്കുക, സഹോദരനെ ദോഷം ചെയ്യാതിരിക്കുക, അവനെ നിസാര എന്ന് പറയാതിരിക്കുക, അവനെ മൂട എന്ന് വിളിക്കാതിരിക്കുക. മനുഷ്യന്റെ മുമ്പിൽ ഒരു മനുഷ്യനെ ഏതെങ്കിലും വിധത്തിൽ തരതാഴ്ത്തി തറയാക്കി കാണിക്കുന്ന വിധത്തിൽ ആ മനുഷ്യന്റെ ജീവിതത്തെ തകർത്ത് കളയുന്ന രീതിയിലുള്ള വാക്കുകൾ സംസാരിച്ച് അവന്റെ മനസ്സിന്റെ ഹൃദയത്തിൽ നീ വേദന ഉണ്ടാക്കി കൊടുക്കരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് കൊല ചെയ്യരുത് ന്യായപ്രമാണം പഠിപ്പിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയത്തിലെ കോപത്തെയും വൈരാഗ്യത്തെയും നീക്കി തന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ഭവനത്തിലായിരുന്നാലും ജോലിയിലായിരുന്നാലും സമൂഹത്തിലായിരുന്നാലും ഏത് മേഖലയായിരുന്നു, ആരാധനയിലോ പ്രാർത്ഥനയിലോ ദൈവമക്കളോടൊപ്പം ആരോടുമായി നീ സംസർഗം ചെയ്യുമ്പോൾ നിന്റെ ഹൃദയത്തിലെ കോപവും ആ പ്രതികാരം എന്ന ചിന്തയും മാറ്റിക്കളഞ്ഞിട്ട് നിന്റെ ഹൃദയത്തിനകത്ത് ദൈവ സ്നേഹം നിറയണം. അപ്പൊ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല കർത്താവ് വന്നത്, നിവർത്തിപ്പാൻ വന്നവനാണ്. ഹല്ലേലൂയ. ആ ന്യായപ്രമാണത്തെ നിവർത്തിപ്പാൻ വന്ന കർത്താവ് സ്നേഹമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. നിങ്ങളുടെ ഹൃദയത്തിലെ കോപം എല്ലാം മാറ്റിക്കളഞ്ഞ് വൈരാഗ്യം മാറ്റിക്കളഞ്ഞ് യേശുവിന്റെ ഏൽപ്പിച്ചു കൊടുക്കുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായ ദൈവത്തെ സ്തുതിക്കും. അതിനെ കേട്ടുകൊണ്ട് എല്ലാ ജനത്തിന്റെ ഹൃദയത്തിൽ ദൈവസ്നേഹത്താൽ നിറഞ്ഞ ആഴമേറിയ അനുഭവം കൊടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ